അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിക്ക് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു ബിസ്കറ്റ്. ഞാൻ കാശനാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ട സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല എനിക്ക് ഉറപ്പാണത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടാൽ. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന മീനാണ് ബരാക്കൂഡ, അല്ലെങ്കിൽ നാട്ടി ഷീല എന്ന് പറയും. ഇതാണെങ്കിൽ മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങാനീരും ഇട്ടുന്ന മാരിനേറ്റ് വെച്ചേക്കുവാണ്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, വറ്റൽമുളക്, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കൊച്ചുള്ളി, പിന്നെ പെപ്പർ. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ കുറച്ചൊരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്, ഇതിനൊരു കളറിന് വേണ്ടി. ഇനി നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തേക്കുന്നത്, എന്നാലും ഒരു ഇച്ചിരിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തേക്കുന്നത്, അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് എല്ലാവരും ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എന്തൊരു കളറാണ് നോക്ക്. അപ്പം നമ്മുടെ മീനിലോട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇതിലൊക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് പിടിക്കും. ഇതൊരു വലിയ ഫിഷാണ്, മീനുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും മസാല എടുത്തേക്കുന്നത്. ഇത് വറ്റൽമുളക് ഉള്ള കാരണം നമ്മുടെ കൈ പുകയും. നന്നായി എല്ലാം സൂക്ഷിച്ച് വേണം അപ്പോൾ എല്ലാവരും ഇത് കൈ കൊണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒരു 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി വറുത്തെടുക്കാം. വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. മീനൊക്കെ വറക്കുമ്പോൾ വെളിച്ചെണ്ണയാണ്. ജസ്റ്റ് നമ്മൾ ഒരുപാട് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷൊക്കെ ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ മസാല ഉണ്ടല്ലോ ഉണ്ടോ, അതെല്ലാം അങ്ങ് പോകും. നമ്മൾ കാര്യം ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവറോ മൈദയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ തിരിച്ചിടാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് മാറ്റുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.